10 മണി ടൈമിൽ ഞാൻ ഇത്രയും തിരക്ക് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം ഞങ്ങൾ ഇറങ്ങിയതിന് 9 മണി, എന്നിട്ട് അവിടെ 10-10:30 എത്തിയത്. തിരക്ക് കണ്ടില്ലേ, 10 മണിയുടെ തിരക്ക് ഇത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല. എനിവേ ഫുഡ് നമ്മൾ പ്ലാൻ ചെയ്തു പുറത്തിരുന്നിട്ട്. ഒരു ബിരിയാണി, ഒരു ചിക്കൻ സുക്ക, ഒരു പൊറോട്ട, ഇതൊക്കെ പറയാമെന്ന് ഓർഡർ ചെയ്തു. അതുപോലെ തന്നെ സാധനം വന്നു, പൊറോട്ട വന്നു, സാലന വന്നു, പിന്നെ ചിക്കൻ സുക്കയും വന്നു. പൊറോട്ട നൈസായിരുന്നു, സാലന നൈസായിരുന്നു, പക്ഷേ സുക്ക അത്രയ്ക്ക് കണ്ട് എനിക്കിഷ്ടപ്പെട്ടില്ല. അതെൻ്റെ ഒരു ടേസ്റ്റ് ബഡിന് മാച്ച് അല്ലായിരുന്നു. പക്ഷേ ബിരിയാണി ഒമ്പോ, അത് കിടിലൻ ബിരിയാണി. അതായത് ഇവിടെ ഒരു ഹോട്ടൽ മഹാലക്ഷ്മിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, അത് ഒരു ചെന്നൈ സ്റ്റൈൽ ബിരിയാണിയാണ്. ഇതൊരു സീരക സാമ്പ, ഈ ചെറിയ അരി ബിരിയാണി ഉണ്ടല്ലോ, ഇത് എനിക്ക് ആന്ധ്ര ബിരിയാണി എന്നറിയില്ല, പക്ഷേ തമിഴ്നാട് ബിരിയാണി അറിയാം. ഇത് എനിക്ക് ആ ഒരു ഫ്ലേവർ അടിച്ചു, എന്നാലും എനിക്ക് കിടിലൻ ബിരിയാണിയാണ്. പിന്നെ അവിടുത്തെ സർവീസ്, ഇത്രയും തിരക്കുണ്ടായിട്ടും ആ ഒരു ഓർഗനൈസിങ് ഉണ്ടല്ലോ, സമ്മതിച്ചു. എനിക്കത്